ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണ്. വാട്ട് ഈസ് യുവർ പേഴ്സൺസ് നെക്സ്റ്റ് ആക്ഷൻ? എന്ത് ആക്ഷനാണ് നിങ്ങളുടെ പേഴ്സൺ അടുത്തതായി എടുക്കാൻ പോകുന്നത് എന്ന് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ. നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് വിചാരിച്ചിരിക്കുക, അവരുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ അടുത്തതായി എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നേരത്തെ നിങ്ങളാണ് കൊടുത്തുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് തരണം. നിങ്ങൾ എന്താണോ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് അതിപ്പോൾ നിങ്ങൾക്ക് തരണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടുള്ള പരിഗണന, സ്നേഹം എന്തായാലും അത് നിങ്ങൾക്ക് തിരിച്ചു തരണമെന്ന് ആഗ്രഹിക്കുന്നു. ടണ്ടടേ, ഇനി എന്ത് വേണം? 10 ഓഫ് കപ്സ്. ഇന്നിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമുണ്ട് 10 ഓഫ് കപ്സ് കിട്ടുന്നത്. അപ്പോൾ ആരുടെയൊക്കെയോ റീയൂണിയൻ വളരെ അടുത്ത് വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഒരു റീയൂണിയൻ പോസിബിലിറ്റിയാണ് ഈ കാണിക്കുന്നത്. മിക്കവാറും ഇത് മാരീഡ് ആയിട്ടുള്ള ആളുകളുടെ ആകാം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുള്ളവരുടെയോ അല്ലെങ്കിൽ ഫാമിലി പോലെ ജീവിച്ചിട്ടുള്ളവരുടെയോ റിലേഷൻഷിപ്പ് ആകാം. അങ്ങനെയുള്ളവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണൽ നെക്സ്റ്റ് ആക്ഷൻ റീയൂണിയൻ എന്ന് തന്നെയാണ്. അതിനകത്ത് മറ്റൊന്നും നമുക്ക് ആലോചിക്കേണ്ടതില്ല. അപ്പോൾ മുൻപ് നിങ്ങളാണ് അങ്ങോട്ട് പരിഗണന, സ്നേഹം, കരുതൽ, പണം, കെയർ എന്ത് തന്നെയായാലും അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരുന്നതെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ ഒരു സെപ്പറേഷൻ ഫേസിലെത്തിയപ്പോഴായിരിക്കും നിങ്ങൾ എത്രത്തോളം അവരെ കരുതിയിരുന്നുവെന്ന് മനസ്സിലായിട്ടുണ്ടാവുക. അപ്പോൾ അയാൾക്ക് നിങ്ങളെ മിസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ മിസ് ചെയ്യാനുള്ള കാരണം നിങ്ങൾ കൊടുത്തിരുന്ന, അല്ലെങ്കിൽ ഒരു 24 അവേഴ്സിൽ 24 അവേഴ്സും നിങ്ങൾ അയാളുടെ പിന്നാലെ നടക്കുകയും അയാൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളില്ലാതിരിക്കുന്ന സമയത്താണ് നിങ്ങളെ ശരിക്കും അയാൾക്ക് മിസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മൂല്യം എന്താണ്, നിങ്ങൾ എന്തായിരുന്നു അയാൾക്ക് എന്നൊക്കെ അയാൾക്ക് മനസ്സിലാകാൻ ഈ ഒരു സെപ്പറേഷൻ ഫേസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് അനുമാനിക്കാൻ. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ എടുക്കാൻ പോകുന്ന ആക്ഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലി റീയൂണിയൻ തന്നെയാണ്. നിങ്ങളിലേക്ക് തിരിച്ചു വരണം. നിങ്ങളുമായിട്ട് പഴയതുപോലെ എത്ര സ്നേഹത്തിലാണോ നിങ്ങൾ ജീവിച്ചിരുന്നത് അതേ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഒരു ആക്ഷനായിരിക്കും നിങ്ങളുടെ പേഴ്സൺ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ 6, 10 ഈ 2 നമ്പേഴ്സ് ഉള്ളവർക്ക് കൂടുതൽ റെസൊണേറ്റ് ആയിരിക്കുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ മാരേജ് കാത്തിരിക്കുന്നവർക്കോ ഒക്കെ ആണെങ്കിൽ ഇത് വളരെ നല്ലൊരു പോസിറ്റീവ് സൈനാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, താങ്ക് യു.